മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ച് 94 വയസ്സിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം അവശനായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞത്. കോൺഗ്രസിനെ പല കാലങ്ങളിലായി കോൺഗ്രസിനെ നയിച്ച KPCCയുടെ അമരത്തിരുന്ന നേതാവായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് സൗമ്യനായ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ നഷ്ടപ്പെടുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച നേതാവിനെ കോൺഗ്രസിന് നഷ്ടമാവുന്നു. എല്ലാ പൊതുപ്രവർത്തകർക്കും മാതൃകയാക്കാൻ പറ്റുന്ന നേതാവെന്നാണ് പലരും അദ്ദേഹത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ആ രീതിയിൽ മാതൃകയായി പോന്ന കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ പല പ്രതിസന്ധി കാലത്തും കോൺഗ്രസിനെ നയിച്ച വൻ വിജയങ്ങളിലേക്ക് UDFനെ എത്തിച്ച നേതാവിനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, അദ്ദേഹത്തിന്റെ പൊതുദർശനവും സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായോ? അത് സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നെട്ടയം കാച്ചാണിയിലുള്ള വീട്ടിലേക്ക് അരമണിക്കൂറിനകം മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം അവിടെ പൊതുദർശനത്തിനുള്ള അവസരമുണ്ടാകും. നാളെയായിരിക്കും KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള ചടങ്ങുകളുള്ളത്. അതിനുള്ള സമയ ക്രമീകരണങ്ങൾ എത്തുന്നേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തിയത്. അവർ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. അതിനുശേഷമാണ് ഏതൊക്കെ സമയങ്ങളിൽ എവിടെയൊക്കെ പൊതുദർശന ചടങ്ങുകൾ വെക്കണം, സംസ്കാര ചടങ്ങ് ഏത് സമയത്ത് നടത്തണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഴ്ചകളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് അരമണിക്കൂർ മുമ്പാണ് മരണം സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളും അതോടൊപ്പം തന്നെ മരുമകനും ഒക്കെ ഈ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, ഏവരും മാതൃകയാക്കുന്ന ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു സൗമ്യമുഖം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണുള്ളത്. പാർട്ടിയെ ഊർജ്ജസ്വലമായി നിന്ന് നയിച്ചു. രണ്ട് തവണ KPCC പ്രസിഡന്റായി. പലപ്പോഴും KPCC പ്രസിഡന്റായിരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മിന്നും വിജയത്തിന് ശേഷം അദ്ദേഹം ചുമതലയിൽ നിന്ന് ഒഴിവാകേണ്ടി വന്നു. പിന്നെ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ അമരത്തിൽ നിന്ന് നയിച്ച ഒരു മികച്ച ഒരു പൊതുപ്രവർത്തന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഓരോ കോൺഗ്രസ്സുകാരും